പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന ഹൈവേക്ക് സമീപം മുക്കടവ് ആളുകേറാമലയിൽ മധ്യവയസ്കന്റെ മൃതദേഹം ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ കണ്ടെത്തി 7 ദിവസം പിന്നിട്ടിട്ടും ആളിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. ശാസ്ത്രീയ തെളിവുകൾ തേടി പോലീസ് ഡ്രോൺ പരിശോധന നടത്തി. മൃതദേഹം ബന്ധിച്ചിരുന്ന ചങ്ങലയുടെ ഉറവിടം അറിയുന്നതിന് എവിടെ നിന്നെങ്കിലും ചങ്ങല മോഷണം പോയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആളുകേറാമലയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതയാണ് നിലവിൽ അന്വേഷണ സംഘത്തെ കുഴപ്പിച്ചിട്ടുള്ളത്. മൃതദേഹം ബന്ധിച്ചിരുന്ന ചങ്ങലയുടെ ഉറവിടമറിയുന്നതിന് എവിടെ നിന്നെങ്കിലും ചങ്ങല മോഷണം പോയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആളുകേറാമലയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതയാണ് നിലവിൽ അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നത്. കൊല്ലപ്പെട്ടയാൾ ജീവനോടെ ഇവിടെ എത്തിയതാണോ മരിച്ച ശേഷം എത്തിച്ചതാണോ എന്ന് പോലും സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. നിലവിൽ സംസ്ഥാന ഹൈവേയുടെ വശത്തുകൂടിയുള്ള വഴി അല്ലാതെയുള്ള മറ്റ് സഞ്ചാരമാർഗങ്ങൾ ഡ്രോൺ പറത്തി അന്വേഷണ സംഘം പരിശോധിച്ചു. മൃതദേഹം കിടന്ന ഭാഗത്തിന് ഏറ്റവും അടുത്ത വാഹന സഞ്ചാര മാർഗം എവിടെ വരെ ഉണ്ടെന്നറിയുന്നതിനും റബ്ബർ തോട്ടത്തിൽ താഴ്ത്തി ഡ്രോൺ പറത്തി വസ്ത്രങ്ങളോ കേസന്വേഷണത്തിന് സഹായകമാകുന്ന മറ്റ് സാധന സാമഗ്രികളോ ഉണ്ടോ എന്നും പരിശോധിച്ചു. മൃതദേഹം കിടന്ന ഭാഗത്തിന് ചുറ്റുമുള്ള കാടുകളും പോലീസ് വെട്ടിത്തെളിച്ചു. ഇവിടെ നിന്ന് കേസന്വേഷണത്തിന് സഹായകമാകുന്ന ചില സൂചനകൾ ലഭിച്ചെന്ന് അന്വേഷണ ചുമതലയുള്ള ഡിവൈഎസ്പി പറഞ്ഞു. മുക്കടവ് കേസിലേക്ക് പുതുതായിട്ട് ഒരുപാട് സസ്പെക്റ്റഡ് ആയിട്ടുള്ള വിക്ടിംസിൻ്റെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പലരെയും വെരിഫൈ ചെയ്ത് വരുന്നു. ടൈം എടുക്കുന്നതാണ് എല്ലാ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സും. അതുപോലെ തന്നെ ക്രൈം സീൻ തറോ സെർച്ച് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ കാർഡുകളെല്ലാം മാറ്റി 10 പേരടങ്ങുന്ന ഒരു ടീം വളരെ സൂക്ഷ്മമായിട്ട് ക്രൈം സീൻ സെർച്ച് ചെയ്തിട്ടുണ്ട്. കുറച്ച് കൂടി എവിഡൻസ് അവിടെ നിന്ന് കിട്ടിയിട്ടുമുണ്ട്. വീണ്ടും സെർച്ച് തുടരും. ഇന്നിപ്പം കാട് തെളിച്ചതിൻ്റെ കുറച്ച് മെറ്റീരിയൽ ഒബ്ജക്ട്സ് കൂടി അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് അന്വേഷിക്കാനായിട്ട് ഓരോരുത്തരെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഏർപ്പാടാക്കി വിട്ടിട്ടുണ്ട്. ഏക്കർ കണക്കിന് സ്ഥലമുള്ള തോട്ടത്തിൽ കാട് പടർന്നു കിടക്കുന്ന ഭാഗങ്ങളിൽ പരിശോധന ഇനിയും നടത്തിയിട്ടില്ല. ഇതിന് മുന്നോടിയായാണ് ഡ്രോൺ പറത്തിയത്. 20-അംഗ സംഘം തമിഴ്നാട്ടിലും കേരളത്തിലുമായി എല്ലാ ഉറവിടങ്ങളിലും അന്വേഷണം നടത്തി വരികയാണ്. മൃതദേഹം ബന്ധിച്ചിരുന്ന ചങ്ങല എവിടെ നിന്ന് ലഭിച്ചെന്നും സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച കന്നാസിലും കുപ്പിയിലുമായി ഇന്ധനം എത്തിച്ചെങ്കിൽ അത് എവിടെ നിന്നെന്നും കണ്ടുപിടിക്കാനായി സമീപത്തെ പമ്പുകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മൃതദേഹം മരത്തിൽ ബന്ധിച്ചിരുന്ന 3.5 മീറ്ററോളം നീളമുള്ള ചങ്ങല കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ആനയുടെ ഇടച്ചങ്ങലയായി ഉപയോഗിക്കുന്ന ചങ്ങലയാണെന്നാണ് ആദ്യം അറിഞ്ഞിരുന്നത്. എന്നാൽ കടകളുടെയും മറ്റും മുന്നിൽ വാഹനമിടാതിരിക്കാനും വഴികളിൽ തടസ്സം സൃഷ്ടിക്കാനും ഉപയോഗിക്കുന്ന ഇടത്തരം ചങ്ങലയാണ് ഇതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പുതിയ ചങ്ങലയല്ലാത്തതിനാൽ എവിടെ നിന്നെങ്കിലും മോഷ്ടിച്ചതാകാനാണ് സാധ്യതയെന്നാണ് പോലീസിന്റെ നിഗമനം. ചങ്ങല നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വിവരം പോലീസിനെ അറിയിക്കണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇടതുകാലിന് സ്വാധീനമില്ലാത്തയാളിന്റെ ജീർണിച്ച മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം നിലവിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.